ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മൾ സ്കൂളിലെ സയൻസ് പ്രൊജക്റ്റിനും എക്സിബിഷനൊക്കെ ആവശ്യമുള്ള ഒരു അടിപൊളി വർക്കിംഗ് മോഡലായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോളാർ പവർ ഇറിഗേഷൻ വർക്കിംഗ് മോഡലാണ്. സോളാർ പവർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ജലസേചനം സാധ്യമാക്കുക എന്നുള്ളതിൻ്റെ ഒരു വർക്കിംഗ് മോഡലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ വലിയൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചധികം പെയിൻറ്റ് ഇതിനായിട്ട് ആവശ്യമുണ്ട്. നമ്മളിതേപോലെ എല്ലാ ഭാഗത്തുനിന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെറിയൊരു ഏരിയ ഇവിടെ കളറ് ചെയ്യാതെ മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് അവിടെ നമ്മുടെ അഗ്രികൾച്ചറൽ ഏരിയ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നമുക്ക് തെർമോക്കോൾ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തെർമോക്കോൾ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ കൃഷി ചെയ്യാനുള്ള സ്ഥലം ആയിട്ട് കാണിക്കുന്നത്. ഇനി എന്താണ് ഈ സോളാർ പവർ ഇറിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൃഷിയിടങ്ങളിലേക്കും പാടശേഖരങ്ങളിലേക്കൊക്കെ വെള്ളം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സംവിധാനമാണിത്. അപ്പോൾ നമ്മളിങ്ങനെ 4 ഭാഗം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നീളത്തിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. അതിന് നമ്മൾ ഇതേപോലുള്ളൊരു ബ്ലൂ കളറ് അടിച്ചു കൊടുക്കുകയാണ്. അത് നമുക്ക് ഉണങ്ങാനായിട്ട് അവിടെ മാറ്റി വയ്ക്കാം. തെർമോക്കോളിന് നമ്മൾ കോഫി കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് വലിയൊരു കാർഡ്ബോർഡ് പീസ് വേണം. അതിന് ഞാനിവിടെ ബ്ലൂ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സോളാർ പാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത്. കട്ടിയുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ പുറത്ത് നമ്മൾ ഇതേപോലെ വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പഞ്ച് ചെയ്തെടുത്താൽ നമുക്ക് സോളാർ പാനലിൻ്റെ കറക്റ്റ് മോഡലിൽ കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ മെയിനായിട്ട് 3 ഭാഗങ്ങളാണ് വേണ്ടത്. ഒന്ന് സോളാർ പാനൽ, പിന്നെ വോൾട്ടേജ് കൺട്രോളർ, പിന്നെ മൂന്നാമത്തെ മെയിനായിട്ടുള്ള പാർട്ടാണ് സബ്മേഴ്സിബിൾ പമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനുപയോഗിക്കുന്ന പമ്പ്. ഇങ്ങനെ 3 പാർട്സ് കൂടി ചേർന്നതാണ് ഈ സിസ്റ്റം. ഇനി സോളാർ പാനൽ വെക്കാനായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് വേണം. അതിന് ഇതേപോലെ 2 കാർഡ്ബോർഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. മേൽഭാഗവും താഴെഭാഗവും നമ്മൾ ഒട്ടിക്കുന്നില്ല. അത് ഇതേപോലെ ഒരു സ്റ്റാൻഡ് രൂപത്തിൽ നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. അതിന് നമ്മളൊരു കോഫി കളർ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഉണങ്ങാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം അടിച്ചെടുത്ത ബ്ലൂ കളറിലുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഭൂഗർഭ ജലം, അല്ലെങ്കിൽ നമ്മൾ കിണർ, തോട്, അല്ലെങ്കിൽ കുളം, അതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ബ്ലൂ കളർ ഇവിടെ അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് അടിയിൽ ഗ്ലൂ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മേൽഭാഗം ഇതേപോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെയും ഗ്ലൂ തേച്ചിട്ട് നമ്മളെ പാനൽ അവിടെ ഈസി ആയിട്ട് ഘടിപ്പിക്കാൻ പറ്റും കേട്ടോ. സോളാർ പവർ യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ചിലവ് കുറവാണ്. ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വളരെ ചിലവ് കുറവാണ്. അതേസമയം തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്. നമുക്ക് പരിസ്ഥിതിക്ക് യാതൊരു വിധത്തിലുള്ള പൊല്യൂഷനും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് വരുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കൺട്രോളർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനാണ്. ടിക് ടാക്കിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിന് ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ലൈറ്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മളിവിടെ റെഡ് കളറും ഗ്രീൻ കളറും അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തതാണ്. ഈ കൺട്രോളിൻ്റെ അടിയിൽ നമ്മൾ ഫെവിക്കോള് അപ്ലൈ ചെയ്തിട്ട് പാനലിൻ്റെ അടുത്തായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പമ്പ്, മോട്ടോർ പമ്പ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചൂലിൻ്റെ ആ ഒരു ബാക്കിലുള്ള ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു കാർഡ്ബോർഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഗ്ലൂ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ അതവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ കേട്ടോ. ഇനി നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഈ പമ്പിലേക്ക് എത്താനുള്ള ഒരു പമ്പ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ A4 ഷീറ്റ് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പമ്പിൽ നിന്ന് കൺട്രോളറിലേക്കും കൺട്രോളറിൽ നിന്ന് പാനലിലേക്കും ഒരു ഇലക്ട്രിക് വയർ ഘടിപ്പിച്ച് കൊടുക്കണം. അത് ഞാൻ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് കറണ്ട് പമ്പിലേക്ക് എത്തുന്നത് സോളാർ പാനൽ വഴി. ഇനി നമുക്ക് ഈ വെള്ളം എത്താനൊരു ഇത് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഓവർ ഹെഡ് ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊരു മൂടിയും കൂടി നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പമ്പിൻ്റെ അടുത്തായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഗ്ലൂ നന്നായിട്ട് തേച്ചിട്ട് ഇവിടെ ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാങ്കിലേക്കാണ് നമ്മൾ ഈ വലിച്ചെടുക്കുന്ന വെള്ളം എത്തുന്നത്. ഇനി ആ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പൈപ്പ് നമുക്ക് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പമ്പിൽ നിന്ന് ടാങ്കിലേക്ക് കണക്ഷൻ വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനവിടെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. സോളാർ സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. മഴയുള്ളപ്പോൾ നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ രാത്രിയിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ടാങ്കിൽ നിന്ന് വെള്ളം വരാനുള്ള ഒരു പൈപ്പും കൂടെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൃഷിയിടം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തെർമോക്കോളിൻ്റെ ഉള്ളിലേക്ക് മണ്ണിട്ട് കൊടുക്കുകയാണ്. അത് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. ഇനി നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന കുറച്ച് പുല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാറ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മണ്ണിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് വെള്ളം ചാടുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിന് ഞാനിവിടെ നീലയും വെള്ളയും അക്രിലിക് കളേഴ്സ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ സോളാർ പവർ ഇറിഗേഷൻ മോഡൽ വീട്ടിലുണ്ടാക്കുന്നത്. വളരെ എളുപ്പം നമുക്ക് വീട്ടിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇതേപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിൽ കുറച്ച് മരങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റ് വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഒരു സൂര്യനെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും നമ്മളൊരു വൈറ്റ് കളർ പേപ്പറിൽ സ്കെച്ച് പെൻ വെച്ചിട്ട് ലേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോളാർ പാനൽ, പമ്പ് കൺട്രോളർ, പമ്പ്, ഓവർഹെഡ് ടാങ്ക്, വാട്ടർ അകത്തേക്ക് വരുന്ന പുറത്തേക്ക് പോകുന്ന വഴികൾ, അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ഏരിയ, സൂര്യൻ, ഇങ്ങനെ ലേബിൾ ചെയ്ത് കൊടുത്തിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത് നമുക്ക് നോക്കാം. സൂര്യനിൽ നിന്നുള്ള എനർജി സോളാർ പാനലിലേക്ക് എത്തുന്നു. സോളാർ പാനൽ കൺട്രോളർ വഴി ആ കറണ്ട് പമ്പിലേക്ക് എത്തിക്കുന്നു. ആ പമ്പിൽ നിന്ന് ഭൂഗർഭജലം അല്ലെങ്കിൽ കിണറിലുള്ള തോട്ടിലുള്ള ജലം പമ്പ് വഴി ഈ പൈപ്പ് വഴി ടാങ്കിലേക്ക് എത്തുന്നു. ടാങ്കിലെത്തുന്ന വെള്ളം യഥേഷ്ടം ഈ പൈപ്പ് വഴി നമ്മുടെ കൃഷിയിടങ്ങളിലേക്കൊക്കെ എത്തുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സോളാർ പവർ ഇറിഗേഷൻ വർക്കിംഗ് മോഡൽ. കർഷകർക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ജലസേചനം ലഭ്യമാക്കാനുള്ള നല്ലൊരു സിസ്റ്റമാണ് സോളാർ പവർ ഇറിഗേഷൻ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് സ്കൂളിൽ എക്സിബിഷനും സയൻസ് പ്രൊജക്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണിത്. സൗരോർജ്ജം യൂസ് ചെയ്തിട്ട് സോളാർ പാനൽ വഴി എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. താങ്ക്